ഇപ്പോൾ എ റഹീം മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇന്ത്യൻ റെയിൽവേ ഉടൻ തയ്യാറാകണം, അതിന് കേന്ദ്രമന്ത്രി നേതൃത്വം കൊടുക്കണം. മറ്റൊരു കാര്യം, ഇതിൽ നിന്ന് ഒരു പ്രശ്നം ഉയർന്നു വന്നപ്പോഴാണല്ലോ നമ്മുടെ ശ്രദ്ധയിൽ പലതും വരിക. എപ്പോഴും അങ്ങനെയാണല്ലോ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടായിരിക്കണം റെയിൽവേ അവരുടെ മാലിന്യ സംസ്കരണം നടത്തേണ്ടത്. അത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അത് സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശപ്രകാരം രണ്ട് തരത്തിലുള്ള വേസ്റ്റാണ്. ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന വേസ്റ്റ്, പലതരത്തിലുള്ള മാലിന്യം. അതിനു പുറമെ ഓടി വരുന്ന ട്രെയിൻ, ആ ട്രെയിനിൽ നിന്ന് ശേഖരിക്കുന്ന വേസ്റ്റ്. ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതിനെ എങ്ങനെയാണ് ഡിസ്പോസൽ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളെ ആസ്പദമാക്കിയാണ് അതിൻ്റെ ആ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ അതിനൊരു മെക്കാനിസം ഉണ്ടായിട്ടുള്ളത്. ഓരോ സ്ഥലത്തും എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രോട്ടോകോൾ ഇന്ത്യൻ റെയിൽവേക്കുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ഇന്ത്യൻ റെയിൽവേക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റുമുണ്ട്, അതിൽ ഉദ്യോഗസ്ഥരുണ്ട്. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അത്തരത്തിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട് ഇന്ത്യൻ റെയിൽവേക്ക്, തിരുവനന്തപുരത്തുമുണ്ട്. അതിൻ്റെ പ്രവർത്തനം എത്രത്തോളമാണ് ഫലപ്രദമായി നടക്കുന്നത് എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കണം. ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കുള്ളിൽ, ആ ഫ്രെയിംവർക്കിനുള്ളിൽ നടക്കുന്നുണ്ടോ? ഒന്ന്. രണ്ട്, ഈ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടേതായ കടമ കുറ്റമറ്റ നിലയിൽ നിർവഹിക്കുന്നുണ്ടോ? ഇതൊരാൾ വീണ് മരിക്കുന്നത് മാത്രമല്ലല്ലോ, മറിച്ച് ഒട്ടനവധി പകർച്ചവ്യാധികളുടെ സാധ്യത അല്ലെങ്കിൽ മറ്റൊട്ടനവധി കാര്യങ്ങൾ. തിരുവനന്തപുരത്ത് ആമേഴഞ്ചാൻ തോട്ടിൽ വീണ് മരണമടഞ്ഞ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ റെയിൽവേ തയ്യാറാകണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എ റഹീം MP വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നത്. അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. റെയിൽവേ നഷ്ടപരിഹാരം നൽകണം. നഷ്ടപരിഹാരം വൈകുന്ന റെയിൽവേയുടെ നടപടി അനൗചിത്യമാണ് എന്നും അദ്ദേഹം അവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട്.